പുലർത്തിയ നാഥ എന്നുമെന്നും അങ്ങേ പുകഴ്ത്തിടും ഞാൻ. ഇന്നയോളം എന്നെ പുലർത്തിയ നാഥ എന്നുമെന്നും അങ്ങേ പുകഴ്ത്തിടും ഞാൻ. മന്നവനേശു മഹോന്നതനെ ഞാൻ നന്ദിയോടെന്നും പുകഴ്ത്തിടുമേ. മന്നവനേശു മഹോന്നതനെ ഞാൻ നന്ദിയോടെന്നും പുകഴ്ത്തിടുമേ. ഇന്നയോളം എന്നെ പുലർത്തിയ നാഥ എന്നുമെന്നും അങ്ങേ പുകഴ്ത്തിടും ഞാൻ. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ദാനിയേൽ മെൽസറിനോട് പറയുന്ന ഒരു വാക്കാണ്. അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാൽ. 14-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ 10 ദിവസം അവരെ പരീക്ഷിച്ചു. ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ബാലന്മാരിൽ ചിലരെ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ ശുശ്രൂഷയ്ക്കു വേണ്ടി തെരഞ്ഞെടുത്ത് അവരെ അഭ്യസിപ്പിക്കുമ്പോൾ ഷണ്ഡാദീവിനോട് രാജാവ് പറയുകയാണ്, രാജഭോജനത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും ഇവർക്ക് കൊടുക്കണം. ഈ വാക്ക് കേട്ടപ്പോൾ ദാനിയേലിൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം. ഇത് കഴിച്ച് ഞാൻ അശുദ്ധനായി പോകുമല്ലോ. അദ്ദേഹം ഷണ്ഡാദീവിനോട് കാര്യം പറഞ്ഞു. ഷണ്ഡാദീവൻ പറയുകയാണ്, ഞാൻ രാജാവിനെ ഭയപ്പെടുന്നു. നിങ്ങൾ മെലിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്കല്ല, എൻ്റെ തലയ്ക്ക് അപകടം വരും. രാജാവ് എന്നെ കൊന്നുകളയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ മെൽസറിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറയുകയാണ്, ഒരു 10 ദിവസം ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നാൽ മതി. ഒരുപക്ഷെ ഈ 4 ബാലന്മാരുടെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവർ ഇങ്ങനെ പറയാനായിട്ട് സാധ്യതയുണ്ട്. ഇവർ പൊട്ടന്മാരാണല്ലോ, മണ്ടന്മാരാണല്ലോ. എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്ന ഭക്ഷണമാണ് വേണ്ടാന്ന് ഇവർ വയ്ക്കുന്നത്. രാജാവിൻ്റെ ഭോജനം, രാജാവ് കഴിക്കുന്ന വീഞ്ഞ്, അതേറ്റവും ഈ രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ പങ്കാണ് ഇവർ വേണ്ടാന്ന് പറയുന്നത്. ഇത്രയും വലിയ മണ്ടന്മാർ വേറെയില്ല. ഈ ലോകം അങ്ങനെയാണ്. നാം എന്ത് വേണ്ട എന്ന് വെക്കുന്നുവോ ആളുകൾ പറയും ഇവ മണ്ടനായതുകൊണ്ടാണ്. നമ്മുടെ വിശുദ്ധിയും നമ്മുടെ വേർപാടും നമ്മളായിരിക്കുന്നതും മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നമ്മുടെ ജീവിത രീതിയുമൊക്കെ കണ്ട ആളുകൾ പറയും ഇവൻ മണ്ടനാണ്. ഒരുപക്ഷെ കോളേജിലോ സ്കൂളിലോ ഓഫീസിലോ ഒക്കെ നാം ജോലി ചെയ്യുന്ന മേഖലകളിൽ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ ആളുകൾ ഒരുപക്ഷെ പറയും ഇവൻ മണ്ടനാണ്. ഈ ലോകത്തിൻ്റെ സുഖമൊന്നും അനുഭവിക്കാതെ പല കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് പല കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇവിടുത്തെ സുഖവും സന്തോഷവും എല്ലാം വിട്ടുകളഞ്ഞ് ജീവിക്കുന്ന ഇവൻ മണ്ടനാണ്. ആളുകൾ നമ്മളെ മണ്ടൻ എന്ന് വിളിച്ചാലും ഭോഷൻ എന്ന് വിളിച്ചാലും നാം നിരാശപ്പെടേണ്ട, ദുഃഖിക്കണ്ട. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഈ ബാലന്മാരെക്കുറിച്ച് പറയുന്നത്. 10 ദിവസത്തെ കേവലം പരീക്ഷണത്തിന് ശേഷം സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അഴകുള്ളവരും മാംസപുഷ്ടിയുള്ളവരും ഇപ്പോഴാരാ? ഈ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ച് ഇവരാ. അതാണ് ദൈവകൃപ. ഇനി എന്താണ്
ഇവർക്ക് ദൈവം നൽകിയ അനുഗ്രഹം അതൊന്ന് നോക്കണ്ടേ. ഈ പച്ചവെള്ളവും ശാകപദാർത്ഥവും കഴിച്ച ഇവരും രാജാവിൻ്റെ ഭക്ഷണവും രാജാവിൻ്റെ വീഞ്ഞും കുടിച്ച മറ്റുള്ളവരും തമ്മിൽ വലിയ വ്യത്യാസം. ഒന്നാമത് അവരുടെ ശരീരത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ അഴകുള്ളതും പിന്നെ മാംസപുഷ്ടിയുമുള്ളവരായി. രണ്ടാമത് 17-ാമത്തെ വാക്യത്തിൽ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. അതാണ് സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും ആർക്കാ കൊടുത്തേ? ദൈവം കൊടുത്തത് ഈ പച്ചവെള്ളവും ശാകപദാർത്ഥവും കഴിച്ച ഈ ബാലന്മാർക്കാ. ഇനി 19-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, അവരിലെല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ശാകപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ച ഇവർക്ക് തുല്യമായിട്ട് ആ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരുത്തനെയും കണ്ടില്ലെന്നാണ്. ഇനി അതിൻ്റെ 20-ാമത്തെ വാക്യം നോക്കണേ, ദൈവത്തിൻ്റെ കാര്യപരിപാടി. രാജാവ് അവരുടെ ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. 1 2 ഇരട്ടിയല്ല, എവിടെയുള്ളതാ? തൻ്റെ രാജ്യത്തുള്ള എല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും വെച്ച് 10 ഇരട്ടി വിശിഷ്ടന്മാർ. നോക്കണേ ദൈവത്തിൻ്റെ കാര്യപരിപാടി. ഇവിടെ ഒരു വസ്തുത അറിയിക്കേണ്ടതായിട്ടുണ്ട്. ആര് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവോ അവര് ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹിച്ചിരിക്കും. ഈ ലോക ജീവിതത്തിൽ ഇത് ഒരു പരീക്ഷയാണ്. എന്താ പരീക്ഷ? ഈ ലോകപ്രകാരമുള്ളത് വേണോ അതോ ദൈവികമായത് വേണോ? ദാനിയേലിൻ്റെയും കൂട്ടരുടെയും മുമ്പിൽ ഇത് രണ്ടും വന്നു. രാജാവ് വെച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യം, രാജാവ് കഴിക്കുന്നതിൽ നിന്നൊരു പങ്ക് ലഭിക്കുക എന്നുള്ളത് സകല മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ ദേശത്തെ. എന്നാൽ അതിൻ്റെ മറുവശം, ഇത് കഴിച്ച് ഞാൻ അശുദ്ധനാകാതെ എൻ്റെ ദൈവത്തോട് ചേർന്നുള്ള വിശുദ്ധമായ ജീവിതം എൻ്റെ മുമ്പാകെ കൊണ്ട് ഞാൻ അത് ചെയ്യണമോ? ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കാതെ ഈ തൽക്കാലം ലഭിക്കുന്നത് ഈ സുഖം മുഖാന്തരം, അല്പസമയത്തേക്ക് കിട്ടുന്ന ഈ സുഖം മുഖാന്തരം എൻ്റെ ജീവിതത്തെ ഞാൻ അശുദ്ധമാക്കി ദൈവവുമായിട്ടുള്ള എൻ്റെ സമ്പർക്കം ഞാൻ നഷ്ടപ്പെടുത്തി ഞാൻ ഈ സുഖത്തിൻ്റെ പിന്നാലെ പോകാതെ ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കും, എൻ്റെ ദൈവത്തോട് ചേർന്ന് ജീവിക്കും എന്നുള്ള തീരുമാനം. പ്രിയമുള്ളവരെ, ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. ലോകം ഒരുപക്ഷെ നമ്മുടെ ജീവിതം കണ്ടിട്ട് നാം ശരിയായ വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും നീതിയിലും ജീവിക്കുന്നത് കണ്ടിട്ട് ഒരുപക്ഷെ ആളുകൾ നമ്മെ കളിയാക്കിയേക്കാം, നമ്മെ ഭോഷന്മാരെന്ന് വിഡ്ഢികളെന്ന് വിളിച്ച് നമ്മളെ ആക്ഷേപിച്ചേക്കാം. ഈ കാലത്തും ഇങ്ങനെയുള്ള മണ്ടന്മാരുണ്ടോ എന്ന് പറയുന്നവരൊരു പക്ഷേ നമ്മുടെ ചുറ്റുമുണ്ടാകാം. ഇതൊക്കെയൊന്ന് അല്പം ഒന്ന് ആസ്വദിച്ചു എന്ന് ഓർത്തുകൊണ്ട് എന്ത് നഷ്ടം ആണ് വരാനിരിക്കുന്നത് ആരറിയുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാകാം.
ആരും കണ്ടില്ലേലും ആരും അറിഞ്ഞില്ലേലും എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എന്ന് ചിന്തിച്ച് ആ ദൈവസന്നിധിയിൽ ഞാൻ അശുദ്ധനാകാതെ വിശുദ്ധിയോടെ ജീവിക്കുമെന്നൊരു തീരുമാനം ദാനിയേലും കൂട്ടരും എടുത്തതിൻ്റെ ഫലമായി ദൈവം അവരെ അനുഗ്രഹിച്ചെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയവിശ്വാസിയെ, ഇത് കേവലം ദാനിയേലിനെയും കൂട്ടരെയും മാത്രമല്ല, എന്നെയും താങ്കളെയും കൂടി അനുഗ്രഹിക്കാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണെന്നുള്ളതിനായിട്ട് സ്തോത്രം. ഒരല്പം പ്രയാസവും ബുദ്ധിമുട്ടും അപമാനവും നിന്നെയും ജോലി ചെയ്യുന്ന മേഖലകളിൽ, സ്കൂളിൽ, കോളേജിൽ, സമൂഹത്തിൽ, അയൽവക്കാരുടെ ഇടയിൽ നിന്നൊക്കെ നാം അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ നിത്യതയോളം നിലനിൽക്കുന്ന ദൈവീക അനുഗ്രഹം ഈ ലോകത്തിലെ അല്പകാലത്തെ സുഖത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുവാൻ ഇടവരാതെ നമ്മെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് ആവശ്യമെന്ന് ദാനിയേൽ നമ്മെ ഓർമ്മിപ്പിക്കുക. നാം എത്ര ഭയത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദാനിയേൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരിക. അങ്ങനെ നാം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരുടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, 10 ഇരട്ടി വിശിഷ്ടരെന്ന് എണ്ണുവാനായിട്ട് ഇടയാക്കുന്ന ഒരു ദൈവം, 10 ഇരട്ടി മറ്റുള്ളവരെക്കാൾ നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുന്നൊരു ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ, മനുഷ്യർ നമ്മെ പരീക്ഷിക്കുമ്പോൾ, ആ പരീക്ഷയിൽ വിജയം വരിക്കുവാൻ, വിജയാളികളായി തീരുവാൻ, ജയാളികളായി മാറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെയും നമ്മെ ഓരോരുത്തരെയും ആ വിജയത്തിൻ്റെ പന്താവത്തിലേക്ക് നടത്തുവാൻ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. വിജയം വരിച്ചവരായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.